Hope you are all fine. Today we discussing the next topic of the first chapter. ഫസ്റ്റ് ടോപ്പിക് നമുക്ക് പറയാനുള്ളത് പ്രീ ഇൻഡിപെൻഡൻസ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഇൻഡിപെൻഡൻസിന് മുന്നേ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഗ്രോത്ത് അഥവാ ഡെവലപ്മെൻറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. ഇൻ 1946 ഇൻസ്പയർഡ് ബൈ സർദാർ വല്ലഭായ് പട്ടേൽ, അതുപോലെ തന്നെ മൊറാർജി ദേശായ് ആൻഡ് ത്രിഭുവൻ ദാസ്, കേര മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലെഡ് ഇൻ ടു എ 15 days സ്ട്രൈക്ക്. അതായത് 1946 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും അതുപോലെ തന്നെ മൊറാർജി ദേശായിയുടെയും ത്രിഭുവൻ ദാസിൻ്റെയും ആ കാലഘട്ടത്തിലെ അന്നത്തെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്ന കേര ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി 15 ദിവസത്തെ സ്ട്രൈക്കിലേക്ക് പോയി. Their refusal to supply milk forced the Bombay government to withdraw its order granting monopoly procurement right to Paulson, a private dairy society. അപ്പോൾ അവരുടെ സപ്ലൈ റെഫ്യൂസ് ചെയ്തപ്പോൾ അന്നത്തെ ബോംബെ ഗവൺമെൻറ് അതിൻ്റെ ഓർഡർ ആർക്ക് കൈമാറി? പോൾസൺ എന്ന് പറയുന്ന ഡയറി കമ്പനിക്ക് കൈമാറ്റം ചെയ്തു. അങ്ങനെ ഇൻ 1946 ദ കേര ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് മിൽക്ക് യൂണിയൻ നോൺ ആസ് അമൂൽ വാസ് രജിസ്റ്റേർഡ്. അങ്ങനെയാണ് അമൂൽ എന്ന സൊസൈറ്റി ഫോം ചെയ്തത്. The Registrar Conference in 1947 recommended the provincial cooperative reorganized to give greater assistance to primary societies. അതുപോലെ 1947 രജിസ്ട്രാറുടെ കോൺഫറൻസിൽ പ്രൈമറി സൊസൈറ്റികൾക്കൊക്കെ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ടായി. ദെൻ Sri Vaikundabhai Mehta took over a minister in charge of cooperation in the Bombay government, after which cooperative movement in the province received a boost. അതായത് വൈകുണ്ഠഭായ് മേത്ത മിനിസ്റ്റർ ആയിരുന്ന കാലഘട്ടത്തിൽ ബോംബെ പ്രൊവിൻസിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ വളരെയധികം ബൂസ്റ്റപ്പ് അഥവാ വളർച്ച ഉണ്ടായി. ദെൻ എ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് under the chairmanship of Sir Janardhan Madan made a recommendation for cooperative education program and setting up of an education fund. അതുപോലെ തന്നെ ജനാർദ്ദൻ മദൻ ചെയർമാൻഷിപ്പ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് കമ്മിറ്റി എന്തുണ്ടായി? ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ പ്രൊവൈഡ് ചെയ്തു. The Agriculture Credit Organization Committee with Sir Maninal Nanavati as a chairman recommended state assistance in agricultural finance. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ കമ്മിറ്റി, അതായത് സർ മണിനാൽ നാനാവതിയുടെ നേതൃത്വത്തിലുള്ള അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ കമ്മിറ്റി അഗ്രികൾച്ചറൽ ഫിനാൻസുകളൊക്കെ പ്രൊവൈഡ് ചെയ്തു. ഇത്രയാണ് പ്രീ ഇൻഡിപെൻഡൻസ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് ഡെവലപ്മെൻറ്റ് ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറ. അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. ആഫ്റ്റർ ഇന്ത്യ അറ്റൈൻ ഇൻഡിപെൻഡൻസ് ഇൻ 1947 കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് റിസീവ്ഡ് ബൂസ്റ്റ്. അതായത് 1947 ശേഷം കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വളരെയധികം ഡെവലപ്മെൻറ്റ് ഉണ്ടായി. Cooperatives give a vital role in various plans formulated by Planning Commission. പ്ലാനിംഗ് കമ്മീഷൻ്റെ വേരിയസ് പ്ലാൻസിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഒരു വൈറ്റൽ റോൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് നൽകിയത്. ഇനി ഫസ്റ്റിൽ പറയുന്നത് ഫസ്റ്റ് 5 year പ്ലാൻ 1951 to 56. അതായത് ഫസ്റ്റ് 5 year പ്ലാനിൻ്റെ പീരീഡിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. The plan emphasized the adoption of the cooperative method of organization for economic and political development. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിനെ കോപ്പറേറ്റീവ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലാനിൽ പദ്ധതി കൊണ്ടുവന്നു. ഇറ്റ് പ്രൊവൈഡ് സെറ്റിംഗ് അപ്പ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, കൺസ്യൂമർ കോപ്പറേറ്റീവ്, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. അതുപോലെ തന്നെ ഈ പദ്ധതിയിൽ, അതായത് ഫസ്റ്റ് 5 year പ്ലാനിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സുകളും അതുപോലെ തന്നെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികളും അതുപോലെ തന്നെ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ഫോം ചെയ്തു. എ മേജർ വാട്ടർഷെഡ് ഇനീഷ്യേറ്റഡ് അറ്റ് ദിസ് ടൈം വാസ്
appointment by Government of Gorwala Committee, popularly known as All India Rural Credit Survey Committee. ഈ അതായത് ഈ പ്ലാനിൻ്റെ പീരീഡിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ എന്ന് പറയുന്നത് ഗോർവല്ല കമ്മിറ്റി അഥവാ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. A committee recommended introducing an integrated system of rural credit, partnership of the government in the share capital of the cooperatives, and also appointed government nominee on their board. ഈ കമ്മിറ്റി എന്ത് റെക്കമെൻഡേഷനാണ് കൊണ്ടുവന്നത്? അതായത് ഇൻട്രൊഡ്യൂസിങ് ആൻ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ്, അതായത് റൂറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഉണ്ടായി. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡിൽ ഗവൺമെൻറ് നോമിനീനെ അപ്പോയിൻറ്റ് ചെയ്തു. Then 1953 the Government of India and the Reserve Bank jointly constituted Central Committee for Cooperative Training. In 1953 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ജോയിൻ ചെയ്തിട്ടുണ്ടായ ഒരു സെൻട്രൽ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ഫോർ പ്രൊവൈഡിങ് എ കോപ്പറേറ്റീവ് ട്രെയിനിങ്. കോപ്പറേറ്റീവ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തു. Then second 5-year plan 1956 to 1961. അപ്പോൾ സെക്കൻഡ് 5-year പ്ലാനിലും ഇതുപോലെ എന്തൊക്കെ ഇംപ്രൂവ്മെൻ്റ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഉണ്ടായതെന്നാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. ദിസ് പ്ലാൻ emphasize building up of cooperative sector as a part of a scheme of planned development. അതായത് then second 5-year plan 1956 to 1961. This plan emphasized building up of cooperative sector as a part of a scheme of planned development. അതായത് കോപ്പറേറ്റീവ് സെക്ടറിനെ ഏതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നു? പ്ലാൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്കീമിൽ ഏത് പദ്ധതിയെ ഉൾപ്പെടുത്തി? കോപ്പറേറ്റീവ് സെക്ടറിനെ ഉൾപ്പെടുത്തി. The plan drew up programs of cooperative development based on recommendation of the All India Rural Credit Survey Committee. ഈ പ്ലാനിലെ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിന് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനോട് കൂടിയിട്ട് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനുള്ള പ്രോഗ്രാമുകളൊക്കെ കൊണ്ടുവന്നു. ദ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ലോ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ശ്രീ S.T. Raja in 1956 recommended a model bill for consideration of state government. അതായത് S.T. Raja ചെയർമാൻഷിപ്പായിട്ടുള്ള കമ്മിറ്റി 1956 ഗവൺമെൻറ്റിലെ ഒരു മോഡൽ ബില്ല് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൺസിഡറേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്തു. അനദർ ഇമ്പോർട്ടൻ്റ് ഡെവലപ്മെൻറ്റ് അറ്റ് ദ ടൈം which affected the cooperative sector was the National Development Council Resolution 1958. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെസൊല്യൂഷൻ 1958 കോപ്പറേറ്റീവ് സെക്ടറിനെയും കൂടി എഫക്റ്റ് ചെയ്യിച്ചു എന്നുള്ളതാണ്. Then the resolution on cooperative policy stressed that cooperative should be organized on the basis of a village community as a primary unit. ഈ റെസൊല്യൂഷൻ പ്രകാരം അവർ കൂടുതലായിട്ട് എംഫസൈസ് കൊടുത്തത് വില്ലേജ് കമ്മ്യൂണിറ്റിയിൽ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ റീഓർഗനൈസ് ചെയ്തു. Then cooperative marketing and processing of agriculture produce formed an important part of integrated scheme of cooperative development in second 5-year plan. സെക്കൻഡ് 5-year പ്ലാനിൽ മാർക്കറ്റിംഗ് സൊസൈറ്റികളും അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് സ്കീമിൽ ഉൾപ്പെടുത്തി. In second 5-year plan, about 1,900 primary marketing societies were set up and a state marketing federation was established in all the state. അതായത് 1,900 പ്രൈമറി സൊസൈറ്റികളും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഫെഡറേഷനുകളും ഈ സെക്കൻഡ് 5-year പ്ലാനിൻ്റെ പീരീഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇത്രയാണ് സെക്കൻഡ് 5-year പ്ലാനിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞത്. ദെൻ തേർഡ് 5-year പ്ലാൻ 1961 to 1969. This plan stressed that cooperation become progressively in the branch of economic life, notably agriculture, minor irrigation, അതുപോലെ small industries and processing and marketing etc.
ഈ പ്ലാനിൽ മെയിനായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടായത് ഏതൊക്കെ മേഖലയാണ്? എക്കണോമിക് ലൈഫ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറിൽ, മൈനർ ഇറിഗേഷൻ സെക്ടറിൽ, അതുപോലെ തന്നെ സ്മോൾ ഇൻഡസ്ട്രീസിലും പ്രൊസസ്സിംഗ് മാർക്കറ്റിംഗ് തുടങ്ങിയ സെക്ടറിലൊക്കെ വളരെയധികം പ്രോഗ്രസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഉണ്ടായി. From the mid-60s onwards, agro-processing cooperatives, particularly sugar and spinning sector, grew in number. അതായത് mid-60s പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടുള്ള ഷുഗർ കോപ്പറേറ്റീവ് സൊസൈറ്റികളും അതുപോലെ തന്നെ സ്പിന്നിങ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും വളരെയധികം ഗ്രോത്ത് ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. വിത്ത് ദ സെറ്റിംഗ് അപ്പ് ഓഫ് NDDB, അതായത് നാഷണൽ ഡെവലപ്മെൻറ്റ് ഡയറി ബോർഡ്, ദ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് റിസീവ്ഡ് സ്പേർട്ട്. അതായത് NDDBയുടെ വരവോട് കൂടിയിട്ട് അത് സെറ്റപ്പ് ചെയ്തപ്പോൾ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് വളരെയധികം ബൂസ്റ്റപ്പ് ഉണ്ടായി. In 1963, National Cooperative Development Corporation established as a statutory corporation by an Act of Parliament. അതായത് പാർലമെൻറ്റിൽ ഒരു പ്രത്യേക ആക്ടിൽ 1963 NCDC എന്ന കോപ്പറേറ്റീവ് സെക്ടറിനെ കൊണ്ട് വന്നു. ദെൻ ഫോർത്ത് 5-year പ്ലാൻ 1969 to 1974. This plan gave high priority to the reorganization of a cooperative to make cooperative short-term and medium-term structure viable. അതായത് ഈ പ്ലാൻ പീരീഡിൽ കോപ്പറേറ്റീവ് ഷോർട്ട് ടേം ആയിട്ടും മീഡിയം ടേം ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ഫോം ചെയ്യാനുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ടായി. It also made necessary provision to provide cooperative with management subsidy and share capital contribution. അതായത് ഈ പദ്ധതിയിൽ പ്രത്യേക പ്രൊവിഷൻസ് കൊണ്ടുവന്നു. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മാനേജ്മെൻറ്റ് സബ്സിഡികളും അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും പ്രൊവൈഡ് ചെയ്തു. It also emphasized the need to orient policies in favor of small cultivators. അതായത് സ്മോൾ കൾട്ടിവേറ്റേഴ്സിന് ഫേവറബിൾ ആയിട്ടുള്ള കുറേ പദ്ധതികൾ കൊണ്ട് വന്നു. ദെൻ 5th 5-year പ്ലാൻ 1974 to 1979. This plan took notes of high level of overdues. ഈ പദ്ധതി പ്രകാരം ഈ പ്ലാൻ പീരീഡിൽ ധാരാളം ഓവർഡ്യൂസുകൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വന്നുപെട്ടു. In its recommended strategy for cooperative development, correction of regional imbalances and reorienting the cooperatives. അതായത് ഈ പദ്ധതി പ്രകാരം കുറേ സ്ട്രാറ്റജികൾ കൊണ്ട് വന്നു. അതായത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിനുള്ള സ്ട്രാറ്റജികളും അതുപോലെ തന്നെ കറക്ഷൻ ഓഫ് റീജിയണൽ ഇംബാലൻസസ്, പ്രാദേശികമായിട്ടുള്ള അസന്തുലിത അവസ്ഥയെ ഇല്ലായ്മ ചെയ്യുക, അതുപോലെ തന്നെ റീഓറിയൻറ്റിങ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഒന്നും കൂടി റീഓറിയൻറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജികൾ ഈ പ്ലാൻ പീരീഡിൽ കൊണ്ടുവന്നു. ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് expert group appointed by Planning Commission in 1972, structural reform of cooperative setup was envisaged. അതായത് 1972 എക്സ്പേർട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ടായ പ്ലാനിംഗ് കമ്മീഷൻ കുറേ സ്ട്രക്ചറൽ റിഫോമുകൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സെറ്റപ്പ് ചെയ്തു. ദ പ്ലാൻ റെക്കമെൻഡഡ് ദ ഫോർമുലേഷൻ ഓഫ് farmers service cooperative societies had been envisaged by National Commission on Agriculture and stressed the need for professional management cooperatives. അതായത് ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഫോം ചെയ്തു. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ട് വന്നു. ദെൻ 6th 5-year പ്ലാൻ 1979 to 1985. It also emphasized the importance of cooperative efforts being more systematically directed towards ameliorating the economic condition of rural people. അതായത് റൂറൽ ഏരിയയിലെ ആളുകളുടെ എക്കണോമിക് കണ്ടീഷനെ എലിമിനേറ്റ് ചെയ്യാനുള്ള കുറേ പദ്ധതികളാണ് ഈ പ്ലാൻ പീരീഡിൽ നടപ്പിൽ വരുത്തിയത്. The plan recommended steps for reorganizing primary agriculture credit society into strong and viable multi-purpose unit. ഈ പ്ലാൻ പ്രകാരം പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളെ റീഓർഗനൈസ് ചെയ്യുകയും അതിനെ ഒന്നും കൂടി സ്ട്രോങ് ആക്കുകയും അതുപോലെ തന്നെ മൾട്ടി പർപ്പസ് യൂണിറ്റുകൾ കൊണ്ടുവരികയും ചെയ്തു. അതായത് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ഏരിയ എന്ന് പറയുന്നത് മോർ ദാൻ 1 സ്റ്റേറ്റ് ആയിരിക്കും.
ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകളിൽ വർക്ക് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് എന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഈ പ്ലാൻ പീരീഡിൽ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിനെ റീഓർഗനൈസ് ചെയ്ത് അവയൊന്നും കൂടി സ്ട്രെങ്ത് ആക്കുകയും അതുപോലെ തന്നെ മൾട്ടി പർപ്പസ് യൂണിറ്റുകൾ നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പ്രീ ഇൻഡിപെൻഡൻസ് ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും നിങ്ങളത് വർക്കൗട്ട് ചെയ്യണം. Thank you all. See you next week. Okay, bye.